ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾക്ക് സുഖം. മഴയൊക്കെ എന്ത് പറയണു, എല്ലായിടത്തും ഇപ്പോൾ ഭയങ്കര തണുപ്പ് ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു രാവിലെ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇന്നും ഇതിപ്പോൾ രാവിലെയൊക്കെ നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വലിയ മഴയില്ല, പക്ഷെ എന്നാൽ പെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നീ ഊഞ്ഞാലാടുമ്പോ ഞാൻ എന്റെ മൊബൈൽ ഇങ്ങനെ ആട്ടിക്കോ. ഊഞ്ഞാലാടാ നല്ല രസമുണ്ട്, നല്ല തണുപ്പല്ലേ ഉമ്മർത്ത്. കുറച്ച് കഴിഞ്ഞിട്ട് തലയിട്ടിട്ട് വല്ല കോഴി കഞ്ചാവടിച്ചോ. ഈ ഇങ്ങനത്തെ പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. ഈ ഊഞ്ഞാലുണ്ടല്ലോ, ഇതിൽ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആടിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ കുറേ കഴിയുമ്പോൾ ഒരു തലചുറ്റൽ ഫീൽ ചെയ്യാറുണ്ട്. എനിക്കുണ്ട്, ഉണ്ണിയേട്ടനും ഉണ്ട്. മോന് കുട്ടികളൊന്നും ആടുമ്പോൾ അങ്ങനെ പറയാറില്ല, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യൂ. ചിലര് പറയും മനസ്സിന് ശക്തി ഇല്ലാത്ത ആൾക്കാർക്കാണ് അത്ര ഇങ്ങനെയുള്ള ചില സംഭവങ്ങളിലൊക്കെ ഇരുന്ന് ചില റൈഡുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തല കറങ്ങില്ലേ, അതൊക്കെ ഈ മനസ്സിന് ശക്തി ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാന്ന് സംബന്ധിച്ചു, നിങ്ങൾക്ക് തല കറങ്ങണില്ലേ? ഇപ്പൊ ഒരു ഉച്ച കഴിഞ്ഞു കേട്ടോ, ഒരു 3 മണി ആവാറായിട്ടുണ്ട്. 3 മണി. അതെ, ഇപ്പോഴും ക്ലൈമറ്റ് ഇങ്ങനെ ഒരു തണുത്ത ക്ലൈമറ്റിലാണ് നിൽക്കണം. കുട്ടികൾ 3:30 3:45 ആവും. 3:30 അയ്യോ അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. ഞങ്ങള് മിനിഞ്ഞാന്നല്ലേ ഗുരുവായൂർ ഏകാദശി ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്നായിരുന്നില്ലേ ഗുരുവായൂർ ഏകാദശി. അപ്പൊ ഞങ്ങള് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അതെ, കാലത്ത് ഞാൻ ഏകാദശി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ പറയണ കേട്ടിട്ട് ഏകാദശി ദിവസം നല്ല തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും പറയണ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാന് ഏകാദശി എടുത്തപ്പം ഒരു ഡൗട്ട് വന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ദീപേൻ്റെ അടുത്ത് കിട്ടാ. ദീപേനെ വിളിച്ചിട്ട് ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചത്, ഈ ഏകാദശി സംബന്ധിച്ചുള്ള ഒരു ഡൗട്ട്. അപ്പം അവള് പറഞ്ഞു അവള് ഗുരുവായൂർ പോയിരിക്കുകയാണ്, വേഗം ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം തൊഴുതിട്ട് വേഗം ജോലിക്ക് കാരണം അവൾക്ക്. അപ്പം രാവിലെ നേരത്തെ പോയി ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ അവൾ അതാ പറയുന്നു. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, എനിക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. എല്ലാ മാസം പോകാറുണ്ട്. എല്ലാ മാസം ഞങ്ങൾ പോവും, പക്ഷെ എന്നാലും ഒന്ന് പോകാൻ ഏകാദശി ദിവസം ഒന്ന് പോകാൻ പറ്റി. ഉള്ളിലേക്ക് കയറി തൊഴാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്നാലും അവിടെ പോയി ഒന്ന് തൊഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അല്ലേ, നമുക്കതൊരു മനസ്സിനൊരു സന്തോഷമാണ്. എപ്പോഴും അമ്പലത്തിൽ പോകണം, എന്നും അമ്പലത്തിൽ പോകണം. അത് എനിക്ക് ആദ്യമൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ അമ്പലങ്ങളിൽ പോവുക തൊഴുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു സുഖം, ഒരു സമാധാനം കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക്. അപ്പം ഏകാദശിക്ക് പോയ കാര്യം പറയണത്. അപ്പം രാവിലെ എന്നിട്ട് അതൊക്കെ പറഞ്ഞ് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ ഉണ്ണിയടുത്ത് പറഞ്ഞു, അവള് ദീപ ഇങ്ങനെ ഏകാദശിക്ക് അങ്ങോട്ട് പോയിരിക്കണു, ഇത്രയും തിരക്കായിട്ടും ജോലിക്ക് പോകണ്ട അവള്, എന്നിട്ട് അവള് പോയിരിക്കുന്നു കണ്ടില്ലേ എന്നൊക്കെ കൊണ്ട് പറഞ്ഞപ്പോൾ ഉണ്ണിയാണ് പറഞ്ഞു, നിനക്ക് പോകണം, എന്നാൽ നമുക്കിപ്പോൾ പോവാന്ന് പറഞ്ഞു, വൈകുന്നേരത്ത് പോവാറ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വേഗം വീഡിയോസും കാര്യങ്ങളൊക്കെ വേഗം പടപടപടേന്ന് എടുത്തു വെച്ചിട്ട് ഞങ്ങളൊരു കുട്ടികളൊരു 3:45 വന്നിട്ട് വേഗം അവർക്ക് ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പം തന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായി ഞങ്ങൾ പോയിട്ടാ. അങ്ങനെ ഗുരുവായൂർ ട്യൂഷനാക്കി. അവര് ട്യൂഷനാക്കി, അവർക്ക് പിന്നെ ട്യൂഷനുള്ളൂ, പിന്നെ തിരക്കുമല്ലേ, അപ്പോൾ അവരെ കൊണ്ടുപോകാനാണെങ്കിലും ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉള്ളിൽ കയറി തൊഴണ സമയത്ത് ഏതെങ്കിലും ഒരു പ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് എത്ര മണിക്ക് പോയി വേണ്ടിട്ട് 4:30 ആകുമ്പോൾ ഇറങ്ങി, ഒരു 5:30 ആകുമ്പോൾ നല്ല തിരക്കായിരുന്നു. തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അല്ലേ, നമ്മളിതുവരെ ഞങ്ങൾ പോകുമ്പോഴൊന്നും അത്രയ്ക്ക് തിരക്ക് കണ്ടിട്ടില്ല. ഇത് നല്ല തിരക്കായിരുന്നു. തിരക്കധികമുള്ള സമയത്ത് പോകാതിരിക്കാൻ നോക്കും, കാരണം നമുക്കും ടൈമില്ലല്ലോ. പിള്ളേർ ഒറ്റയ്ക്ക് ഇട്ട് പോകുന്ന ട്യൂഷൻ ഉണ്ട് അവർക്ക്. ട്യൂഷൻ വിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തണം പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. പുറത്തുനിന്നാണല്ലോ തോന്നുന്നത്. ഉള്ളിൽ കയറാൻ പറ്റില്ല, ഉള്ളിൽ കയറാൻ നടക്കില്ല. തന്നെ നമ്മള് ഒരു 5:30 നമ്മൾ ക്യൂല് നിന്ന ഒരു 8-9 മണിയാവും നമ്മൾ ശരിക്കും തൊഴുത് ഉള്ളിൽ നാലമ്പലത്തിന്റെ ഉള്ളിൽ കയറി തൊഴുതിറങ്ങുമ്പോ. അപ്പൊ എന്തായാലും അങ്ങനെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാ. നോക്കിയപ്പോ തിരക്ക്, അത്ര തിരക്കായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ അവിടെ തന്നെ ഇരിക്കും. പിന്നെ സ്വാമിമാരുടെ തിരക്കും ഒക്കെ അങ്ങനെ ഞങ്ങള് പുറത്തുനിന്ന് തൊഴുത് വഴിപാടൊക്കെ കൊടുത്ത് അങ്ങനെ പുറത്തുതന്നെ തൊഴുതാൻ ഇങ്ങനെ ഇടിച്ചിടിച്ച് കയറിയിട്ടൊക്കെ കേട്ടാ തൊഴുതത്. അങ്ങനെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് സാധാരണ ഭക്ഷണം അവിടുന്ന് കഴിക്കൂട്ടോ, എപ്പോഴും തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കണതാണല്ലോ.
ഞാൻ ഏകദേശം ആയാലും ഞാൻ പുറത്തുനിന്ന് കഴിക്കണ്ട, ഇവിടെ വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ഉണ്ണേട്ടൻ കഴിച്ചില്ല കേട്ടാ, ചപ്പാത്തി കഴിച്ചു ഹോട്ടലിൽ നിന്ന്. അങ്ങനെ അപ്പൊ അങ്ങനെ ഏകാദശിക്ക് നമ്മള് ഗുരുവായൂര് പോയിട്ട് വന്നു. ഇപ്പൊ ഗുരുവായൂര് ഒരു ദിവസം റൂമൊക്കെ എടുത്തിട്ട് എന്താ കാലത്ത് എന്താ നിർമാല്യം, പിന്നെ വൈകിട്ടത്തെ എന്താ അതൊക്കെ തൊഴണം. ഒരു റൂം എടുത്ത് പോയിട്ട് എനിക്ക് പിന്നെ അതുപോലെ പഴനിക്കൊക്കെ പോവാനും, പഴനിക്ക് ഇതപ്പോ ഞങ്ങൾ ഒരു മാസം മുമ്പ് പോയിട്ട് വന്നു. എന്നാലും എനിക്ക് പോവാൻ പോയി വന്നിട്ട് പോവായിരുന്നു. എനിക്ക് അവിടുത്തെ ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ തന്നെ ഭയങ്കര സന്തോഷം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു വിഷമം പോലെയാണ് എനിക്ക്. നമ്മള് എപ്പൊ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുമ്പോഴും ഒക്കെ അമ്പലത്തിൽ തന്നെ ഇരിക്കില്ല, അമ്പലവാസികളാണ്. ഞങ്ങള് പിന്നെ എന്നും ഈ പറഞ്ഞ പോലെ രാവിലെ എനിക്ക് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും അമ്പലത്തിൽ പോയിട്ട് മാസത്തിലൊരു 8-10 അമ്പലങ്ങളിൽ പോകും അല്ലേ? എല്ലാ മാസം പോകും. ഗുരുവായൂരും എല്ലാ മാസം പോകും. പിന്നെ പഴനി വർഷത്തിലൊരിക്കലും പോകും. അതുപോലെ നമ്മളൊരു ഞാൻ 20 വർഷം അടുപ്പിച്ച് തിരുപ്പതി പോയിട്ടുണ്ട്. 20 വർഷം അടുപ്പിച്ച് കൊറോണ സമയത്ത് അങ്ങനെ നിർത്തി വെച്ചതാണ്. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഈ വർഷം ഒന്ന് പോണമെന്നുണ്ട്. നാളായിട്ട് കഴിഞ്ഞ വെക്കേഷനിൽ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് അറിയാം, മോനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് മോൾക്ക് മുടി വെട്ടണായിരുന്നു. അപ്പൊ മോൾക്ക് 1 വയസ്സ് ആയ സമയത്ത് ഞാൻ 6 മാസം പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ മുടി പിന്നെ പിറന്നാള് കഴിഞ്ഞാൽ നമ്മള് വെട്ടുമല്ലോ, മൊട്ടടിക്കുമല്ലോ. അപ്പൊ അന്ന് പിന്നെ പ്രസവം എന്താ പറയാ, പ്രസവിച്ച സമയത്ത് തന്നെ നമ്മള് തിരുപ്പതി പോയിട്ട് മുടി വെട്ടാന്ന് നമ്മള് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പ്രഗ്നന്റ് ആവുകയും ചെയ്തു. പിന്നെ നമുക്ക് പോവാണ്ട് നിവൃത്തിയില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഞങ്ങള് അന്ന് പിന്നെ ഉണ്ണിയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഞങ്ങള് പോകുമ്പോ ഒരു 10-20 പേരെ കൂടിട്ടാ പോവാ തിരുപ്പതിക്കൊക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങള് പോയി. അയ്യോ, ഞാന് 6 മാസമായിരുന്നു. വയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ വലിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും പോയിട്ട് വന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അന്നത്തെ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ പോയതാണ്. പിന്നെ പോവാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇടയിൽ പിന്നെ ഉണ്ണേട്ടനൊക്കെ പോയിട്ട് വന്നിട്ട്, പിന്നെ കുട്ടികളെയൊന്നും 2 പിള്ളേരായപ്പോ പിന്നെ പോവാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഇടയിലൊക്കെ ഉണ്ണേട്ടൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൊറോണയ്ക്ക് ശേഷം പോയിട്ടില്ല അല്ലെ? കൊറോണ നിർത്തി, 20 അടുപ്പിച്ച് ഞാൻ പോയിട്ട് നിർത്തി. അപ്പൊ ഇനി പറ്റെങ്കിൽ ഈ വർഷം ഡിസംബറിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഡിസംബറാണിത്. അതേപോലെ ജനുവരി ഞങ്ങൾ പോകുമ്പോ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ടിക്കറ്റ് കിട്ടണം, എളുപ്പമല്ല. അവിടെ ദർശനം ബുക്ക് ചെയ്യണം, എപ്പോഴും തിരക്കായിരിക്കും അവിടെ. അവിടെ അങ്ങനെ തിരക്കില്ലാത്ത സമയമൊന്നുമില്ല. വലിയൊരു അനുഭവമാണ് തിരുപ്പതിയൊക്കെ. അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിള്ളേര് വരണ ഗ്യാപ്പിൽ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് അവള് ഗുരുവായൂരൊക്കെ പോയതല്ലേ, അപ്പൊ ആ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ എടുക്കാൻ. അപ്പൊ ഇനി ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.